അപ്പൊ ആ അനുഗ്രഹത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സംഭവിച്ചത് ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോവുക. അവിടുന്ന് കാണിച്ചു തന്ന മാതൃക, കളവ് പറയരുതെന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തവർ. ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത, വ്യഭിചരിക്കാത്ത, കക്കാത്ത, ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞ ഇൽമുകൾ പോലും കട്ട് പറഞ്ഞതല്ലാന്ന്. ഇവിടെ കേൾക്കുന്നത് മുഴുവനും ഇബ്ലീസിന്റെ ഇൽമുകളാണ്. ഇബ്ലീസിന്റെ ഇൽമൊക്കെ കട്ട് പഠിച്ചതാണ്. അതിവിടെ ഒരു ഉപകാരമില്ലാത്ത സാധനമാണ്. പക്ഷേ ഹൗസുൽ അസീസ് ഒരു വാക്കുകളും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമല്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ പാതയിലൂടെ പോകുമ്പോൾ നമ്മളെ ശൈഖുന ഉപദേശിച്ച പാത അത് ഒരിക്കലും കളവ് പറയാത്ത ഹൗസുൽ ആലമിന്റെ പാതയാണ്. ആ പാതയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആ പാതയിലൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കണം. അതിലൊരു അഴുക്ക് വന്ന് ചേരാതെ സൂക്ഷിക്കണം.